ഹലോ സ്റ്റുഡൻസ്, ഈ ഫിഫ്ത്ത് മോഡ്യൂളിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ പഠിക്കാനുണ്ട്. അത് ഈ പമ്പ്സും ടർബൈൻസും റിലേറ്റഡ് ആയിട്ടാണ്. പമ്പ്സിൻ്റെയും ടർബൈൻസിൻ്റെയും ഓവറാൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് പഠിക്കാനുണ്ട് എന്നാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. അപ്പോൾ ഓവറാൾ എഫിഷ്യൻസി മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ വേറെ സത്യം പറഞ്ഞാൽ ഈ പമ്പ് ടർബൈൻസ് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതാണ്. മെക്കാനിക്കലുകാർക്ക് ഇത് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ ഉള്ളതാണ്. സെപ്പറേറ്റ് സബ്ജക്റ്റ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ഓരോ പമ്പിൻ്റെയും ഓരോ ടർബൈൻ്റെയും ഒക്കെ ഈ ഔട്ട്പുട്ടും അത് പമ്പ് ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി എഫിഷ്യൻസി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പഠിക്കാനുള്ളതാണ്. അവർ ലാബിലും ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നതാണ്. എക്സ്പെരിമെൻ്റൊക്കെ നടത്തി ഔട്ട്പുട്ടും എഫിഷ്യൻസിയൊക്കെ കണ്ടെത്തുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പഠിക്കാനേ പറ്റത്തില്ല. കാരണം അതിൻ്റെ ബേസ് ഒന്നും ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഈ പമ്പിൻ്റെയും ടർബൈൻ്റെയും ബേസിക് വർക്കിംഗ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ആ വർക്കിംഗ് പഠിച്ചിട്ട് അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. എന്നാലും നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട് പ്രോബ്ലംസ് ചോദിക്കുമെന്ന്. വളരെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്കൊന്നുമേ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ആ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചോദിച്ചാൽ അത് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുമില്ല. വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഉപയോഗിച്ച് വളരെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനും സാധിക്കത്തില്ല. നമ്മുടെ ബാലേന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കാര്യമായിട്ടുള്ള ഡെപ്തിലുള്ള പ്രോബ്ലംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. അതൊന്ന് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തെർമോഡൈനാമിക്സിലെ പ്രോബ്ലംസ് പോലെയല്ല. അത് പിന്നെയും കുറച്ച് ഡെപ്തിലൊക്കെ ചോദിച്ചാൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ പമ്പും ടർബൈനും നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അത്രത്തോളമൊന്നും പഠിക്കുന്നത് പോലുമില്ല. അതിൻ്റെ ബേസിക് വർക്കിംഗ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുപയോഗിച്ച് നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല. എന്തായാലും സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ പ്രോബ്ലംസാണ് ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ബേസിക് ആയിട്ടൊരു ഫോമുല കാണും. ആ ഫോമുലയിലോട്ട് ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് എത്രയാണ് കിട്ടുക, അതായത് ഓവറാൾ എഫിഷ്യൻസിയെ കണ്ടെത്തുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാൻ നിന്നാൽ തീരത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നതാണ് ഫാക്റ്റ്. പിന്നെ എന്തിനാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ പമ്പിനെ പറ്റിയുള്ള ഓവറാൾ എഫിഷ്യൻസി, ഇപ്പോൾ ഒരു പമ്പിൻ്റെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓവറാൾ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ, അതാണ് ഓവറാൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു പമ്പായിരുന്നാലും ടർബൈൻ ആയിരുന്നാലും ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ, അതാണ് ഓവറാൾ എഫിഷ്യൻസിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് പവർ എന്താണ്? ഒരു പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പ് ഓൺ ചെയ്യുക എന്ന് പറയും. പമ്പ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് സ്വിച്ച് ഓൺ ചെയ്യും. അപ്പം ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. എങ്ങോട്ടാണ് ഇലക്ട്രിസിറ്റി എത്തുന്നത്? ആ പമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടറിലോട്ടാണ് ഇലക്ട്രിസിറ്റി എത്തുന്നത്. ആ മോട്ടർ ഉപയോഗിച്ചാണ് പമ്പിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയാണ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇൻപുട്ട് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട്. പി ഈസ് ദ പവർ സപ്ലൈഡ് ഫ്രം ദി ഇലക്ട്രിക് മോട്ടർ ടു ദ പമ്പ്, അതായത് മോട്ടറിൽ നിന്ന് പമ്പിലേക്ക് പോകുന്ന ആ ഒരു പവർ, അതിനെയാണ് ഇൻപുട്ട് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ മോട്ടറിലോട്ട് കൊടുക്കുന്ന പവർ, അതാണ് ഈ നമ്മൾ പമ്പിലേക്ക് കിട്ടുന്ന ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. എത്ര പവറാണോ, എത്ര ഇലക്ട്രിസിറ്റി ആണോ നമ്മൾ ഇലക്ട്രിക് മോട്ടറിലോട്ട് കൊടുക്കുന്ന, അതിനെയാണ് നമ്മൾ പമ്പിലേക്ക് കിട്ടുന്ന ഇൻപുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ടാണ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും യൂണിറ്റ് തന്നിട്ടുള്ള ടേംസിനെല്ലാം ഓരോ യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ് യൂണിറ്റിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ കറക്റ്റ് എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാവുന്ന എന്തെന്ന് വെച്ചാൽ ഇത് കുറേ യൂണിറ്റ്സ് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും തരുന്നത്. ചിലപ്പം ഇവിടെ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞ് മെഗാ വാട്ടിലായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം വാട്ടിലായിരിക്കും തരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചിലപ്പം ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞ് സെൻറ്റിമീറ്ററിലായിരിക്കും തന്നത്. ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്, അതിനാണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്ററിൽ വേണം വാല്യൂസ് നമ്മൾ ഈ ഫോമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫോമുലയിലോട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോബ്ലംസ് ചോദിക്കുമ്പം കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിലോ വാട്ടിലാണ് നമ്മൾ ഇൻപുട്ട് പവർ ഈ ഫോമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ
നമ്മൾ മോട്ടറിലോട്ട് എത്ര പവറാണോ കൊടുക്കുന്നത്, എത്ര ഇലക്ട്രിക് കറണ്ട്, എത്ര ഇലക്ട്രിസിറ്റി ആണോ നമ്മൾ മോട്ടറിലോട്ട് കൊടുക്കുന്നത്, അതാണ് പമ്പിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻപുട്ട് പവറായി. ഇനി അടുത്ത പമ്പിൻ്റെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് നോക്കണം. ഈ പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ടറിനെ പമ്പ് ചെയ്യാനാണ് പമ്പ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുക എന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് പവർ എങ്ങനെ കണ്ടെത്തും? സത്യം പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുക, ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് ആ വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റുക, സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് പമ്പ് ചെയ്ത് കയറ്റുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ, എന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് പവർ, ഒരു പമ്പിൻ്റെ ഔട്ട്പുട്ട് പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി വാട്ടറിനെ എത്ര ഹൈറ്റിലോട്ട് പമ്പ് ചെയ്ത് കയറ്റി, അതിനെയാണ് ഔട്ട്പുട്ട് പവറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പമ്പിൻ്റെ കേസായതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി വാട്ടറിനെ എത്ര ഹൈറ്റിലോട്ട് പമ്പ് ചെയ്ത് കയറ്റി, അതിനെയാണ് ഔട്ട്പുട്ട് പവറായിട്ട് അത് കൺസിഡർ ചെയ്യുന്നത്. എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പെർ സെക്കൻഡിലായിരിക്കും എടുക്കുന്നത്, അല്ല ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലോ എത്ര ക്വാണ്ടിറ്റി വാട്ടർ എന്നല്ല, ഒരു സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്ര ഹൈറ്റിലേക്ക്, ഇൻ ടേംസ് ഓഫ് മീറ്റർ, എത്ര ഹൈറ്റിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി, അതിൻ്റെ പ്രോഡക്റ്റിനെയാണ് സത്യം പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞ് സാധാരണ എടുക്കുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ നോക്കുക, ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 1000 കിലോ വാട്ട്, അത്രയും ഔട്ട്പുട്ട് പവർ എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത് ഈ പമ്പിൻ്റെ ഔട്ട്പുട്ട് പവറായിട്ട്. അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് ഈ ക്യൂവിൻ്റെയും എച്ചിൻ്റെയും തമ്മിലുള്ള പ്രോഡക്റ്റാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതായത് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അത് ഡെലിവർ ചെയ്തു അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തു, അതിനെയാണ് ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റി, അതിനെയാണ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ സമ്പിൽ നിന്നുള്ള ഹെഡ് അത് സഹിതമുണ്ട്. സമ്പിൽ നിന്ന് എത്ര താഴെ നിന്നാണോ അതിനെ സക്ക് ചെയ്തെടുക്കുന്നത്, അതുമുതൽ എത്ര ഹൈറ്റിലേക്കാണ് ആ വെള്ളത്തിന് ഡെലിവറി ചെയ്യുന്നത്, അതിനാണ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. ആ ഹെഡ് എന്നാണ്, ആ ഹെഡിൻ്റെയും കൂടെയുള്ള പ്രോഡക്റ്റാണ് ബേസിക്കലി എടുക്കുന്നത്. പിന്നെ ആ പമ്പ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഡെൻസിറ്റി, ഈ റോ എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, വാട്ടറാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആ റോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതും പിന്നെ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ 1000, ഇതാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞെടുക്കുന്നത്. സാധാരണ നമ്മൾ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന വാട്ടർ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ മിക്കവാറും പ്രത്യേകം എടുത്ത് പറയത്തില്ല, എന്ത് ലിക്വിഡാണെന്ന് എടുത്ത് പറയത്തില്ല. അപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് 1000 തന്നെ നമുക്ക് വാല്യൂ ആയിട്ട് എടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും ഫ്ലൂയിഡാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേക മാസ് ഡെൻസിറ്റി എടുത്ത് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ 1000 പകരം ആ ഡെൻസിറ്റിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.81 തന്നെയായിരിക്കും എപ്പോഴും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് പവറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ഈ പമ്പ് ഉപയോഗിച്ച് വേറെ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് പവറായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു ഫോമിൽ അവർ ഡിറൈവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. റോ ഇൻറ്റു ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് ഡിവൈഡ് ബൈ 1000, അത്രയും കിലോ വാട്ട്. അവിടെ ശ്രദ്ധിക്കുക, കിലോ വാട്ടിലാണ് ഈ ഔട്ട്പുട്ട് പവർ കിട്ടിയിരിക്കുന്നത്. ഇൻപുട്ട് പവറും കിലോ വാട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ട് പവറും കിലോ വാട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ റേഷ്യോ, അതായത് റേഷ്യോ ആണ് സത്യം പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ ഈ ഒരു ഫോമിലെയും ഈ റോ ജി ക്യൂ എച്ച് ഡിവൈഡ് ബൈ 1000 ഔട്ട്പുട്ട് പവറായിട്ടും ഇൻപുട്ട് പവറിനെ നമ്മൾ പി എന്നുള്ള ആ ടേം ഇൻപുട്ട് പവറായിട്ട് എടുത്ത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോമുലയായിട്ടായിരിക്കും കിട്ടുന്നത്. ഇതാണ് ഓവറോൾ എഫിഷ്യൻസി, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് റോ ജി ക്യൂ എച്ച് ഡിവൈഡ് ബൈ 1000 ഇൻറ്റു പി. ഈ ഫോമുല നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക. ഇതാണ് എക്സാമിന് പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുല എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓവറോൾ എഫിഷ്യൻസിയുടെ ടൈമാണ്. ഈറ്റ സീറോ അല്ലെ ഈറ്റ ഓവറോൾ എഫിഷ്യൻസി എന്നുകൊണ്ട് ഇത് ചെയ്യുന്നത്. അപ്പം എക്സാമിന് ചിലപ്പം ഈ ഇൻപുട്ട് പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഓവറോൾ എഫിഷ്യൻസിയും ബാക്കി ടേംസിൻ്റെ വാല്യൂസും തരും, അതിൽ നിന്ന് ഇൻപുട്ട് പവർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതല്ല എങ്കിൽ ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ട് ഈ ക്യൂ ഡിസ്ചാർജ് പെർ സെക്കൻഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതല്ല എങ്കിൽ ബാക്കി ടേംസിൻ്റെ വാല്യൂസ് എല്ലാം തന്നിട്ട് ഹെഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതല്ല എങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് തന്നിട്ട് ഈ ഓവറോൾ എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും, ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എല്ലാ ടേംസിൻ്റെ വാല്യൂസ് തന്നിരിക്കും. ഈ യൂണിറ്റ് എല്ലാം കറക്റ്റാക്കിയിട്ട് കിലോ വാട്ടും മീറ്ററും അങ്ങനെ എല്ലാ യൂണിറ്റ് എല്ലാം കറക്റ്റാക്കിയിട്ട് ഈ ഇക്വേഷനോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇതാണ് ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് കാണാതെ പഠിച്ച് വയ്ക്കുക, ഈ ഫോമിൽ ആവശ്യം വരും. അപ്പോൾ നമുക്ക് 1-2 പ്രോബ്ലംസ് കൂടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലമാണ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡിസ്ചാർജസ് വാട്ടർ അറ്റ് എ റേറ്റ് ഓഫ് 2000 liters per second against a head of 16 meter when running at 300 rpm.
calculate the power required to run the pump if the overall efficiency of the pump is 50%. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പവർ റിക്വയർഡ് ടു റൺ ദി പമ്പ് അതാണ് കണ്ടെത്തേണ്ടത്. അതായത് ഇൻപുട്ട് പവറാണ്, പമ്പ് റൺ ചെയ്യാനായിട്ട് എത്ര പവർ വേണം, അതായത് ഇൻപുട്ട് പവറാണ് കണ്ടെത്തേണ്ടത്. അതായത് ഈ പിയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓവറോൾ എഫിഷ്യൻസി 50% തന്നിട്ടുണ്ട്, അതായത് ഈ ടേമിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 50% തന്നിട്ടുണ്ട്. ഇവിടെ ഹെഡിൻ്റെ വാല്യൂ 16 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എച്ച്, എച്ചിൻ്റെ വാല്യൂ 60 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഈ റോയുടെയും ജിയുടെയും വാല്യൂ നമുക്കറിയാം, വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിട്ട് എടുക്കും, ജിയുടെ വാല്യൂ 9.81 തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ 2000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ക്യൂ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ആക്ച്വലി ക്യൂ എന്ന് പറയുന്ന ടേമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്, അത് 2000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ അതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറണം. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ 1000 ലിറ്റേഴ്സ് ആണ് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. 1000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ 2000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, അതായത് 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൺവേർട്ട് ചെയ്യുക, അപ്പം തെറ്റിപ്പോയത്. അപ്പോൾ 2000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് മാത്രമാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ RPM തന്നിട്ടുണ്ട്, 300 RPM എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. വെറുതെ തന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല, എക്സസ് ആയിട്ട് തന്നിട്ടുള്ള ഡാറ്റ മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ തന്നിട്ടുള്ള ഡാറ്റ എല്ലാം എടുത്ത് എഴുതുക, എഫിഷ്യൻസിയും ഡിസ്ചാർജും യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് ഡാറ്റ എടുത്ത് എഴുതുക, ഹെഡിൻ്റെ വാല്യൂം എടുത്ത് എഴുതുക, എന്നിട്ട് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ഈ ഇക്വേഷനിലോട്ട് ഈ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടുന്നത്. ഇവിടെ എഫിഷ്യൻസി ഡെസിബൽ വാല്യൂസിനാണ് കൊടുക്കുക. 50% എന്ന് പറഞ്ഞാൽ 0.5 ആണ് എഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റോയുടെ വാല്യൂ 1000, ജിയുടെ വാല്യൂ 9.81, പിന്നെ ക്യൂവും ഹെഡും, പിന്നെ ഡിവൈഡ് ബൈ 1000 പി. ഇത് ഈ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് പിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് കണ്ടെത്താം. അങ്ങനെ പിയുടെ വാല്യൂ കണ്ടെത്തപ്പോൾ അത് 627.884 കിലോ വാട്ടെന്ന് കിട്ടും. യൂണിറ്റും കൂടെ എഴുതുക. ഇതാണ് ഇൻപുട്ട് പവർ. ഇത്രയും ഇൻപുട്ട് പവർ വേണം ആ പമ്പ് റൺ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പിയുടെ വാല്യൂ കണ്ടെത്തി. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് മിക്കവാറും 5 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. നിങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാതെ ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് നോക്കാതെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സോൾവ് ചെയ്താൽ മാത്രമേ, സ്വന്തമായിട്ട് സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നു. അതുപോലെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതും സിമ്പിൾ പ്രോബ്ലമാണ്. ഇത് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡിസ്ചാർജസ് വാട്ടർ അറ്റ് എ റേറ്റ് ഓഫ് 120 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് അഗെയിൻസ്റ്റ് എ ഹെഡ് ഓഫ് 25 മീറ്റർ. ഇഫ് ദ പവർ റിക്വയർഡ് ഈസ് 40 കിലോവാട്ട്, കാൽക്കുലേറ്റ് ദി ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ഓവറോൾ എഫിഷ്യൻസിയാണ് കണ്ടെത്താനുള്ളത്. ഇവിടെ ഇൻപുട്ട് പവർ എത്രയും തന്നിട്ടുണ്ട്, 40 കിലോവാട്ട് ഇൻപുട്ട് പവർ തന്നിട്ടുണ്ട്. ഹെഡ് എത്രയാണ് തന്നിട്ടുണ്ട്, 25 മീറ്റർ എന്ന ഹെഡും തന്നിട്ടുണ്ട്. വാട്ടർ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ വാട്ടർ ആണെന്ന് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ 1000 ആയിട്ട് തന്നെ എടുക്കുക. ഇവിടെ വാട്ടർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്ചാർജ് അത് 120 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സത്യം പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എടുത്ത് ചെയ്യുന്നു. ഇവിടെ 120 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0.12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഈ ഒരു കൺവേർഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 120 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0.12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പം കാരണം 1000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ 120 ലിറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് 0.12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഹെഡിൻ്റെ വാല്യൂ 25 മീറ്റർ തന്നിട്ടുണ്ട്. പിയുടെ വാല്യൂ അതായത് ഇൻപുട്ട് പവർ 40 കിലോ വാട്ടാണ് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഇക്വേഷൻ എഴുതി ഒരു ബോക്സ് വരച്ച് വയ്ക്കണം. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഇക്വേഷൻ വലുതായിട്ട് എഴുതി ബോക്സ് വരച്ച് വയ്ക്കണം. എന്നിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 1000 ഡെൻസിറ്റി വാല്യൂ 1000, ജി 9.81 ആണ്. ബാക്കി വാല്യൂസ് ക്യൂയുടെ വാല്യൂവും ഹെഡിൻ്റെ വാല്യൂവും പിന്നെ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടും. എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7358 എന്നായിരിക്കും എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നത്. അതായത് 73.58%. ഇങ്ങനെ പെർസെൻറ്റേജ് വാല്യൂ ആക്കിയും കൂടി എഴുതണം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് വിടണം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പ്രോബ്ലം നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. മിക്കവാറും 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ എന്ന് കരുതാം. അതെല്ലാം ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും പഠിക്കാൻ തന്നെ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. പറ്റുന്നില്ല എങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ചോയ്സ് കിട്ടിക്കോളും. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ 1-2 പ്രോബ്ലം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ടർബൈൻ്റെ 1-2 പ്രോബ്ലം, ഇതുപോലെ സിമ്പിളായിട്ടുള്ള 1-2 പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.